വർഷം 2 കഴിഞ്ഞിട്ടും പണി പൂർത്തിയാക്കാതെ തളിപ്പറമ്പ് രാജരാജേശ്വര റോഡ് 1.5 കോടി രൂപ ചെലവിൽ ആരംഭിച്ച പ്രവൃത്തി നിർമ്മാണ കാലാവധി കഴിഞ്ഞിട്ടും പൂർത്തിയായിട്ടില്ല. സംസ്ഥാനത്തിന്റെ പുറത്തു നിന്നുപോലും നിരവധി ഭക്തജനങ്ങൾ എത്തുന്ന കൊട്ടിയൂർ ഉത്സവം അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 1.8 കിലോമീറ്റർ മാത്രമുള്ള രാജരാജേശ്വര റോഡിന്റെ പ്രവൃത്തിയാണ് ഇഴഞ്ഞു നീങ്ങുന്നത്. 2 വർഷം മുൻപാണ് 1.5 കോടി രൂപ ചെലവിൽ സംസ്ഥാന പാതയിലെ കപ്പാലത്തു നിന്നും രാജരാജേശ്വര ക്ഷേത്രത്തിലേക്കും സമീപത്തുള്ള ആടിക്കുംപാറയിലേക്കുമുള്ള 3 റോഡുകളുടെ നവീകരണം തുടങ്ങിയത്. അന്നത്തെ മന്ത്രി മുഹമ്മദ് റിയാസാണ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത്. ഓവുചാലുകൾ നിർമ്മിക്കാനും മെക്കാഡം ടാറിംഗ് നടത്താനുമായിരുന്നു കരാർ. എന്നാൽ കൾവർട്ടുകളുടെ നിർമ്മാണം മാസങ്ങളായി ഇഴഞ്ഞു നീങ്ങുകയാണ്. മാത്രമല്ല, തകർന്നു കിടക്കുന്ന റോഡിൽ അപകടങ്ങളും പതിവാണ്. സംസ്ഥാനത്തിന്റെ പുറത്തുനിന്ന് പോലും നിരവധി ഭക്തജനങ്ങൾ എത്തുന്ന രാജരാജേശ്വര ക്ഷേത്രത്തിൽ കൊട്ടിയൂർ ഉത്സവം തുടങ്ങിയാൽ രാത്രികാലങ്ങളിൽ വൻ ഭക്തജന പ്രവാഹമാണ് ഉണ്ടാവുക. ഈ സാഹചര്യത്തിൽ റോഡിന്റെ നിർമ്മാണം പാതിവഴിയിൽ നിലച്ചത് ജനങ്ങളെ ആശങ്കയിലാക്കുകയാണ്. നിലവിലുള്ള റോഡിന്റെ അവസ്ഥ ശോചനീയ അവസ്ഥയാണ് ഇവിടുത്തെ നിലവിലുള്ള ഏറ്റവും വലിയ പ്രശ്നമായി വരുന്നത്. 2 ടേമിലുണ്ടായിരിക്കുന്ന കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിലുണ്ടാകുന്ന ഇടത് സർക്കാരിന്റെ കാലത്ത് തുടരുമെന്ന് പറഞ്ഞിരിക്കുന്ന റോഡിന്റെ വികസന പകുതിയായുള്ള രീതിയിലാണ് കാണപ്പെടുന്നത്. ഡ്രെയിനേജ് ഉൾപ്പെടെയുള്ള ഒരു സാധനങ്ങളും കൃത്യമായ രീതിയിൽ പൂർത്തീകരിക്കാൻ ഒന്നും തന്നെ ഇല്ലാത്തൊരവസ്ഥയാണ് പോകുന്നത്. ഇത്തവണയും കൊട്ടിയൂർ സീസൺ കടന്നു വരികയാണ്. കൊട്ടിയൂർ സീസണിൽ പോലും സാധാരണ ജനങ്ങൾക്കും കാൽനട പോലും നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഈ റോഡ് മാറുന്നൊരവസ്ഥയാണ് വരുന്നത്. കാലവർഷക്കെടുതിയിലൊക്കെ തന്നെ ഈ റോഡിന്റെ അവസ്ഥ ഇനിയും ശോചനമായി പോകാനുള്ള അവസ്ഥയിലാണ് വരുന്നത്. അധികാരികൾ കൃത്യമായ രീതിയിൽ നടപടികളായി മുന്നോട്ട് പോയിട്ടില്ല എങ്കിൽ ജനങ്ങളുമായി കൂടിച്ചേർന്നുള്ള സംയുക്തമായുള്ള രീതിയിലുള്ള സമരപരിപാടികളായി മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. നിർമ്മാണ കാലാവധി കഴിഞ്ഞ് മാസം അവസാനിച്ചെങ്കിലും ഓവുചാലുകളുടെ നിർമ്മാണം ഉൾപ്പെടെ ഇതുവരെ ഒന്നും തന്നെ പൂർത്തിയായിട്ടില്ല. ടാർ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികളുടെ വിലക്കയറ്റവും ലഭ്യതക്കുറവും കാസർഗോഡ് സ്വദേശിയായ കരാറുകാരനും നാടുകാണിയിലുണ്ടായിരുന്ന ടാർ മിക്സിംഗ് പ്ലാന്റിന്റെ ലൈസൻസ് റദ്ദാക്കിയതുമൊക്കെ റോഡ് നിർമ്മാണം നീണ്ടുപോകാനുള്ള കാരണമെന്നാണ് അധികൃതരുടെ വിശദീകരണം. ഇതിനിടയിൽ മുൻ MLA MV ഗോവിന്ദന്റെ ഫണ്ടിൽ നിന്ന് 19 ലക്ഷം രൂപ ചെലവഴിച്ച് സംസ്ഥാന പാതയോരത്ത് ക്ഷേത്രത്തിലേക്കുള്ള കവാടത്തിന്റെയും റോഡരികിൽ അലങ്കാര വിളക്കുകൾ സ്ഥാപിക്കുന്നതിന്റെയും പ്രവൃത്തി പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തിയിരുന്നു. നിർമ്മാണ പ്രവൃത്തി പാതിവഴിയിൽ നിലച്ച റോഡിൽ വിളക്കുകളെങ്കിലും സ്ഥാപിച്ചതിന്റെ ആശ്വാസത്തിലാണ് ജനങ്ങൾ. എത്രയും പെട്ടെന്ന് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കി യാത്ര സുഗമമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.